ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യശ്രോതാക്കളും ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജിജോ അങ്കമാലി. ആരാധനാ സമയം എത്രയോ ഭക്തിനിർഭരമായ സമയമാണ്. ആരാധ്യനായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധകരാക്കി ദൈവം നമ്മെയും തീർത്തു എന്നത് എത്രയോ അതിശയകരമായ ദൈവപ്രവൃത്തിയാണ്. ഈ കർത്തൃദിനത്തിൽ തൃപ്പാദമണയുമ്പോൾ നമ്മുടെ ചിന്തകളും പുറകോട്ട് പാഞ്ഞു പോകാതിരിക്കുകയില്ല. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കയീന്റെയും ഹാബേലിൻ്റെയും വേദനാജനകമായ രംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം അനുജനെ സ്വന്തം കൈകൊണ്ട് ദാരുണമായി കൊലപ്പെടുത്തിയതിനു ശേഷം കയീൻ ദൈവവുമായി സംസാരിക്കുമ്പോൾ 14-ാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് മൈ പണിഷ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദൻ ഐ ക്യാൻ ബെയർ. എൻ്റെ ശിക്ഷ എനിക്ക് വഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു എന്നർത്ഥം. ഇത് രണ്ടും നമ്മൾ ചേർത്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം: കയീൻ ചെയ്തതായിരിക്കുന്ന കുറ്റം ദൈവത്തിന് പൊറുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയതും കയീൻ ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ കയീൻ വഹിക്കുവാൻ കഴിയുന്നതിലും വലുതുമായിരുന്നു. ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കയീൻ ഈ കാര്യം പറയുന്നത് താൻ ചെയ്ത ഒരൊറ്റ കുറ്റത്തോടുള്ള ബന്ധത്തിലാണ്. സ്വന്തം അനുജനെ ദുഷ്കരണം കൊന്നു എന്ന ഒറ്റ കുറ്റത്തിന് ദൈവം കൊടുത്ത ശിക്ഷ അവന് തന്നെ വഹിക്കുവാൻ കഴിയുന്നതിലും വലുതായിരുന്നു. അങ്ങനെയെങ്കിൽ ബഹുലമായ കുറ്റങ്ങൾ ചെയ്തു കൂട്ടിയ നമ്മുടെ കുറ്റങ്ങൾക്കുള്ള ശിക്ഷയുടെ ഘനം എത്രയോ വലുതായിരിക്കും. നമ്മുടെ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കുക എന്നത് ദൈവത്തെ സംബന്ധിച്ചും എത്രയോ പ്രയാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം നമ്മുടെ സർവ്വ പാപവും ക്ഷമിച്ചു തന്നു എന്ന് പാട്ടുകാരൻ പറയുന്നു. സർവ്വ പാപ കറകളും അവൻ നീക്കി. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 5 ശിക്ഷകളാണ് കയീൻ ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. 1, അവൻ ശാപഗ്രസ്തനായി തീർന്നു. 2, 12-ാം വാക്യത്തിൽ അവൻ ഉഴലുന്നവൻ അഥവാ പരദേശിയെപ്പോലെ ആയിത്തീർന്നു. 14-ാം വാക്യം അവൻ ദൈവത്താൽ ആട്ടിക്കളയപ്പെടുന്ന അഥവാ ദൈവത്താൽ കൈവിടപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. 4, ദൈവസന്നിധിയിൽ വരുവാൻ കഴിയാതെ ഒളിച്ചു പാർക്കേണ്ട സ്ഥിതി വന്നു. 5, അവൻ മരണഭയമുള്ളവനായി തീർന്നു. നോക്കുക, കയീൻ ചെയ്തായിരിക്കുന്ന ഒരു കുറ്റത്തിൻ്റെ ശിക്ഷ എത്രയോ വലുതായിരുന്നു. ഇതുകൊണ്ടാണ് കയീൻ പറഞ്ഞത് എൻ്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതിനേക്കാൾ അഥവാ വഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലുതാകുന്നു എന്ന്. അവൻ്റെ ശിക്ഷയ്ക്ക് ഒരു പരിഹാരം വരുത്തിയതായി നാം വായിക്കുന്നില്ല. കയീനത് മുഴുവനും സഹിച്ചു തീർക്കേണ്ടതായിട്ട് വന്നു. ശിഷ്ടമുള്ള ജീവിതകാലം മുഴുവനും താൻ ചെയ്ത കുറ്റത്തിൻ്റെ ഭാരവും പേറി കയീൻ ജീവിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടേതായിരിക്കുന്ന കുറ്റത്തിൻ്റെ അഥവാ പാപത്തിൻ്റെ സർവ്വശിക്ഷകളും നമ്മുടെ രക്ഷിതാവ് ഏറ്റെടുത്തതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുന്നത്. അവൻ്റെ അടിപ്പിണരാൽ അവൻ ചിന്തിയ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭ്യമായി. ക്രിസ്തു മൂലം നാം എത്രയോ ധന്യരാണ്. ആയതിൻ്റെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുക. 1, കയീൻ ശാപഗ്രസ്തനായി തീർന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ദൈവം നമ്മുടെ ശാപം നീക്കി എന്ന് മാത്രമല്ല, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നാം അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീർന്നു. 2, കയീൻ അലഞ്ഞ് ഉഴലുന്നവനായി തീർന്നു. അലഞ്ഞുഴലുന്ന നമ്മെ നല്ല ഇടയൻ്റെ ആടുകളാക്കി അവൻ മാറ്റി. 3, കയീൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി തീർന്നു. എന്നാൽ ദൈവം നമ്മെ കൈക്കൊണ്ടു അഥവാ അവൻ്റെ മക്കളാക്കി തീർത്തു. 4, കയീൻ ദൈവത്തെ വിട്ട് ഒളിച്ചു പാർക്കേണ്ട സ്ഥിതി വന്നു. എന്നാൽ നാം ഇന്ന് അതിധൈര്യമായി കൃപാസനത്തോട് അടുത്തു വരുന്നവരായി മാറി. 5, കയീൻ മരണഭയമുള്ളവനായി തീർന്നു. നാമും ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായി ഇരുന്നവരായിരുന്നു. എന്നാൽ ഇന്ന്
മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിക്കത്തക്ക നിലയിൽ നമ്മുടെ ഭരണമായ എന്നേക്കുമായിട്ട് അവൻ മാറ്റി. പാപികളായിരുന്ന നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നിദാനമായി തീർന്ന നമ്മുടെ രക്ഷിതാവിനെയും തൻ്റെ കഷ്ടാനുഭവങ്ങളെയും നമുക്ക് സ്മരിക്കാം. നമുക്ക് വേണ്ടി അവൻ ശാപത്തിൻ്റെ കീഴിലായി, ദൈവത്താൽ കൈവിടപ്പെട്ടു, മരണം സഹിച്ചു. തന്മൂലം നമ്മുടെ ഒന്നല്ല സമസ്ത പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു. നാം ഇന്ന് സമീപസ്ഥരായി തീർന്നിരിക്കുകയാണ്. നമുക്കായി മുറിവുകളേറ്റ നമ്മുടെ അരുമനാഥനെ നമുക്ക് സ്തുതിക്കാം. പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതായിരുന്ന കുറ്റങ്ങളെ എന്നേക്കുമായി പുറത്തു തന്നതിനായി അവനെ സ്തുതിക്കാം. നമുക്ക് വഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലിയതായിരിക്കുന്ന നമ്മുടെ ശിക്ഷകളെ നമുക്കായി വഹിച്ച ദൈവകുഞ്ഞാടിനെ നമുക്ക് സ്തുതിക്കാം, നമിക്കാം, ആരാധിക്കാം.